നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നോക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സർവീസസും സെർവർ സർവീസസുമാണ്. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്ലയൻറ്റ് സർവീസസ് ആണ്. നമുക്കറിയാം ഒരു ക്ലയൻറ്റ്, ഒരു സെർവർ, ഓക്കെ, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? റിക്വസ്റ്റുകൾ വഴിയാണ് നടക്കുന്നത്. സോ ഈ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കും. ദെൻ ബേസ്ഡ് ഓൺ ദ മീഡിയം, ഏത് മീഡിയമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റിക്വസ്റ്റിലോട്ട് അഡീഷണൽ കോമ്പണൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്സസിനെ നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അഥവാ IPC നമ്മൾ ടേം ചെയ്യും. അത് സെയിം കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നും, ഇവർ ഡിഫറെൻറ്റ് സെക്ഷൻസിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ LAN അല്ലെങ്കിൽ WAN യൂസ് ചെയ്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ യൂഷ്വലി ക്ലയൻറ്റിൻ്റെ സർവീസസിനെ പറ്റി പറയുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ പറയുന്നത് അവർ പെർഫോം ചെയ്യുന്ന മെയിൻ സർവീസസ്. അത് നമ്മൾ ഓൾറെഡി മോഡ്യൂൾ 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റ് യൂഷ്വലി പെർഫോം ചെയ്യുന്ന മെയിൻ സർവീസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഒരു ക്ലയൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്ലയൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അവരുടെ യൂസറിൻ്റെ എന്താണ് വേണ്ടത്, അവരുടെ റിക്വസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലയൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഹെൻസ് ദ ക്ലയൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദി യൂസർ ഇൻ്റർഫേസ്. പ്രസൻറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് യൂസറിന് ഇൻട്രാക്ഷൻ്റെ പോസിബിലിറ്റിക്കായിട്ട് പ്രസൻറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, യൂസർ കൊടുക്കുന്ന ഇൻപുട്ടുകൾ കറക്റ്റാണോ, അവരുടെ സിൻടാക്സ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ കൊടുത്ത് നമുക്ക് സെർവറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ യൂസറിലോട്ട് കൊടുക്കുക എന്നീ കാര്യങ്ങളൊക്കെയും ക്ലയൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റിയിൽ വരും. ഇറ്റ് ആക്ട്സ് എസ് എ കൺസ്യൂമർ ഓഫ് സർവീസസ്, അല്ലേ? സെർവറിൻ്റെ സർവീസസിനെ കൺസ്യൂം ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ക്ലയൻറ്റ് ആക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലോജിക്ക് പ്രോസസ്സ് ചെയ്യും, പിന്നെ ഡേറ്റാ ബേസ് റിക്വസ്റ്റിനെ ജനറേറ്റ് ചെയ്ത് സെർവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെർവറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ തിരിച്ച് റിസീവ് ചെയ്യും, ആ റെസ്പോൺസ് തിരിച്ച് ലഭിക്കും എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ക്ലയൻറ്റിൻ്റെ റോളിൻ്റെ കീഴിൽ. പക്ഷെ നമുക്കറിയാം ഒരു യൂസർ ഇപ്പം ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റോ ഒരു സെർവറോ ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ഒരു ട്രാൻസിഷൻ ആയിരിക്കില്ല അത്. ഇവരുടെ രണ്ടുപേരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഇവിടെ വരുന്നത്. യൂഷ്വലി നമുക്കൊരു ക്വസ്റ്റ്യൻ ഈ മോഡ്യൂളിൽ നിന്ന് ക്ലയൻറ്റിൻ്റെ സർവീസസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ ഒരു 7-8 പോയിൻറ്റ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത്. സോ ദീസ് ആർ ദ ക്ലയൻറ്റ് സർവീസസ്. അവരെ നമ്മൾ യൂഷ്വലി ക്ലയൻറ്റ് ചെയ്യുന്ന സർവീസസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് ഈ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ IPC. നമുക്കറിയാം രണ്ട് പ്രോസസ്സസ് P1 ആൻഡ് P2. ഇവർ തമ്മിൽ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ വേണം. യൂഷ്വലി രണ്ട് പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ബഫർ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതായത് പ്രോസസ് 1 P1 ബഫറിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ ഒരു കമ്മ്യൂണിക്കേഷനെ P2ലോട്ട് പാസ് ചെയ്യും ആൻഡ് വൈസ് വേഴ്സ. അല്ല എന്നുണ്ടെങ്കിൽ സിങ്ക്രണൈസേഷൻ ഓഫ് ദി ആക്ഷൻ, സിങ്ക്രണൈസിങ് ആക്ഷൻ എന്ന് പറയുന്നതും ഒരു പ്രോസസ്സാണ് ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഒരേ അഡ്രസ് സ്പേസ് ഷെയർ ചെയ്യണം അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ബേസിക്കലി പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ താഴോട്ട് ഡിസ്കസ് ചെയ്യും. അതിന് മുൻപ് നമുക്കിവിടെ കൊടുത്തേക്കുന്ന ഇമേജ് ഒന്ന് നോക്കാം. ഷെയർഡ് മെമ്മറിയാണ് നമുക്ക് ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഇമേജ്. ഷെയർഡ് മെമ്മറിയിൽ നമുക്ക് പ്രോസസ് A ഉണ്ട്, പ്രോസസ് B ഉണ്ട്. ഇവർ രണ്ടു പേരും ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരൊറ്റ മെമ്മറിയിൽ നിന്നാണ്. സോ ബേസിക്കലി പ്രോസസ് A ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡേറ്റ ഷെയർഡ് മെമ്മറിയിൽ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു ഡേറ്റയെ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്ത് പ്രോസസ് B യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ Aയും Bയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? പ്രോസസ് A, ഇപ്പോൾ പ്രോസസ് Aക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് ഷെയർഡ് മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് പ്രോസസ് Bക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും. അതായത് Aയും Bയും തമ്മിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു ഷെയർഡ് മെമ്മറി വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മെത്തേഡാണ് മെസ്സേജ് പാസിംഗ്. നമ്മൾ മെസ്സേജ് പാസിങ്ങിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ടാണ്. പ്രോസസ് Aക്ക് ഒരു മെസ്സേജ് ഉണ്ട്, ഓക്കെ. ആ ഒരു മെസ്സേജിന് നമ്മൾ കെർണലുമായിട്ട് നമ്മൾ ഈ ഒരു മെസ്സേജ് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യും, ഇവിടെ റിസീവ് ചെയ്യും. അടുത്ത മെസ്സേജ് കെർണലിൽ നിന്ന് പ്രോസസ് Bയിലോട്ട് പോകും. എഗെയിൻ ഇവിടെ എന്താണ് നടക്കുന്നത്? A to B തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇവിടെ കെർണലിലോട്ടാണ് മെസ്സേജുകൾ പോകുന്നത്. സോ
ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് മെസ്സേജ് പാസിംഗ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മെസ്സേജസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി പ്രോസസ്സസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ചെയ്യാൻ 4 ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്. നമ്മളിതിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം മെസ്സേജ് പാസിങ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് RPC, റിമോട്ട് പ്രൊസീജിയർ കോൾസ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിയത് ഷെയർഡ് മെമ്മറി നോക്കിയായിരുന്നു. സോ ഷെയർഡ് മെമ്മറി എന്ന് പറയുന്നതും ബേസിക്കലി ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിനെ നമുക്ക് ഇൻഡയറക്റ്റിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേത് മെസ്സേജ് പാസിംഗ്. മെസ്സേജ് പാസിംഗ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വരുന്നത്. അതായത് ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെസ്സേജസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ പ്രോസസ്സ് എനിക്ക് കേർണലിൽ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മെസ്സേജ് വിടും. ഓക്കെ, മെസ്സേജ് സെൻഡ്, ഇവിടെ കേർണലിൽ റിസീവ് ചെയ്യും. അപ്പം കേർണലിന് മനസ്സിലായി ഓക്കെ പ്രോസസ്സ് എനിക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ കേർണൽ എന്ത് ചെയ്യും, അടുത്ത മെസ്സേജ് പ്രോസസ്സ് ചെയ്യുന്ന ബിയിലോട്ട് വിടും. സോ ഇങ്ങനെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയ, ഒരു റിക്വസ്റ്റുകൾ എന്ന് പറയുന്നതിന് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെസ്സേജസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഷെയർഡ് ഡേറ്റയുടെ ഇൻവോൾവിങ് വരുന്നില്ല. ഇവർ ഒരു മെസ്സേജ് സെൻഡും ഒരു മെസ്സേജ് റിസീവ്ഡും വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. സോ സെൻഡിങ് പ്രോസസ്സാണ് മെസ്സേജുകളെ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, റിസീവിങ് പ്രോസസ്സാണ് മെസ്സേജിന് റിസീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം എനിക്ക് കണ്ടോ എങ്ങോട്ടാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്നുള്ളതും എന്താണ് എൻ്റെ മെസ്സേജ് എന്നുള്ളതും ഞാൻ അയക്കുമ്പോഴത്തേനും കൊടുക്കുന്നുണ്ട്. അപ്പം ക്യൂവിന് അതുപോലെ തന്നെ സെൻഡിങ്. ഓക്കെ, ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് ജസ്റ്റ് മെസ്സേജ് സെൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിന്ന് വരുമ്പോഴത്തേനും സെൻഡിങ് ആൻഡ് റിസീവിങ് കാണിക്കുന്നുണ്ട്, ആൻഡ് റിസീവിങ്. ഓക്കെ, പിന്നെ വേറൊരു സംഭവം കൂടെയുണ്ട്. ഈ മെസ്സേജ് സെൻഡിന് നമുക്ക് ഫിക്സ്ഡ് എന്നും വേരിയബിൾ എന്നും ചെയ്യാനായിട്ട് പറ്റും. സോ ഫിക്സ്ഡും വേരിയബിൾ എന്ന് പറയുന്നത് ബേസിക്കലി വിത്ത് റെസ്പെക്ട് ടു ദി ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മെസ്സേജസിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതൊരു മെസ്സേജ് പാസിംഗ് നടക്കുന്നതിന് മുൻപും വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദെയർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രോസസ്സസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. സോ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, നമ്മൾക്ക് ഫസ്റ്റ് തിങ് ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് എൻ്റെ P1 P2 ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞേച്ച് ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ് ഡയറക്റ്റ്ലി. എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായിട്ട് നടക്കുമ്പോൾ എനിക്ക് വേറൊരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയി ഇതാണ് എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻഡറിൻ്റെ റെസിപ്പിയൻ പ്രോസസ് നെയിം നമ്മൾ പറഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ പല P1 P2 ആയിരിക്കില്ല, P1 P2 P3 P4 എന്ന് പറഞ്ഞ് പല പ്രോസസ്സുകളും കാണും. സോ ഇതിൽ ഏതാണ് സെൻഡ് ചെയ്യുന്നത്, ഏതാണ് റിസീവ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട്. ദർ ഇസ് എ സിമിട്രി ഇൻ ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ പ്രോസസ്സസ്. കമ്മ്യൂണിക്കേഷനിൽ ഒരു സിമിട്രി വരുന്നുണ്ട്. ആൻഡ് ഇഫ് ഐ എം ഹാവിങ് എ P1, ഇഫ് ഐ എം ഹാവിങ് എ P2 ഒരു മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ റിസീവിങ് ചിലപ്പോൾ നമുക്ക് തിരിച്ച് വന്നു എന്നിരിക്കും, അല്ലാന്നിട്ട് തിരിച്ചൊരു മെസ്സേജ് ഇപ്പം P2 P1 സെൻഡ് ചെയ്തെന്നും ഇരിക്കും. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് പോയിന്റ്സ് ആണുള്ളത്. ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് വിത്ത് ഫുൾ ഇൻഫർമേഷൻ ഓഫ് ആരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവരുടെ അഡ്രസ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ആൻഡ് ഇവർ തമ്മിലൊരു സിമിട്രി ഉണ്ട്, കമ്മ്യൂണിക്കേഷനിൽ ഒരു സിമിട്രി ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ ഓർത്ത് വെക്കേണ്ടത്. ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്കിപ്പോൾ P1 to P2 എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അതിന് പകരം ഒരു തേർഡ് പേഴ്സൺ നിൽക്കും. അവരുടെ പേരാണ് മെയിൽ ബോക്സ്. P1 P2 അല്ലെങ്കിൽ Pക്കും Qനും സെയിം മെയിൽ ബോക്സ് ആയിരിക്കണം. ഇതൊരു ഷെയർഡ് മെയിൽ ബോക്സ് ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇവർ തമ്മിലുള്ള ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിളായിട്ട് നടക്കൂ. അപ്പം ഇപ്പം ഞാൻ എനിക്ക് P2 മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കുക. അതിൻ്റെ റെസ്പോൺസ് P2 P1 അയക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ P1 മെയിൽ ബോക്സിലോട്ടൊരു മെസ്സേജ് അയക്കും, സെൻഡ് ചെയ്യും. ഓക്കെ, ഒരു മെസ്സേജ് M1 സെൻഡ് ചെയ്യും. മെയിൽ ബോക്സിൽ നിന്ന് P2 അത് M1 സെൻഡ് ചെയ്യും. അപ്പോൾ P2 M1 റിസീവ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്ത റെസ്പോൺസ് ആയിട്ട് R1 ഷെയർഡ് മെയിൽ ബോക്സിലോട്ട് അയക്കും. ആ R1 തിരിച്ച് P1 അയക്കും. ഇങ്ങനെയാണ് ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്.
ബേസിക്കലി ഇവിടെ മെയിൽ ബോക്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മാൻ്റെ റോള് പോലെ തന്നെ സിമിലർ ആണ്. നടുവിൽ നിന്ന് കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ മെയിൽ ബോക്സിനുള്ളൂ. ഇവർക്ക് തന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, തന്നെ ഒരു ഡിസിഷനും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻസ് ഇവിടെ പോകുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ മെയിൽ ബോക്സിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്, മെയിൽ ബോക്സിന് നമ്മൾ പോഡ്സ് എന്നും പറയും. ഓക്കെ, ഓരോ മെയിൽ ബോക്സിനും ഒരു യൂണിക് ഐ ഡി ഉണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ P1 നിന്ന് ഞാനൊരു മെസ്സേജ് M1 അയക്കുമ്പോഴത്തേനും ഇന്ന മെയിൽ ബോക്സിലാണ് എന്നുള്ളതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യണം. അപ്പോൾ എൻ്റെ മെയിൽ ബോക്സിൻ്റെ ഐ ഡി 1 2 3 ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്താൽ മാത്രമേ ഈ ഒരു M1 എൻ്റെ മെയിൽ ബോക്സിൽ എത്തത്തുള്ളൂ. സോ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഷെയർഡ് മെയിൽ ബോക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുണ്ടാവൂ. എവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് P1ഉം P2ഉം തമ്മിൽ അല്ല. നമ്മൾ P1ഉം മെയിൽ ബോക്സും P2 മെയിൽ ബോക്സും തമ്മിലാണ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ലിങ്ക് യൂണിഡയറക്ഷണൽ ആയേക്കാം, അല്ലെങ്കിൽ ബൈ ഡയറക്ഷണലും ആയേക്കാം. സോ ഈ ഒരു ലിങ്കിനെ എഗെയിൻ പല പ്രോസസ്സുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പല ടൈപ്സ് നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം എന്നൊക്കെ. ഇത് ഓൾറെഡി നിങ്ങൾ ജാവയിൽ പഠിച്ചിട്ടുള്ളതാണ്. ബ്ലോക്കിംഗ് സെൻഡ്, നോൺ ബ്ലോക്കിംഗ് സെൻഡ്, ബ്ലോക്കിംഗ് റിസീവ്, നോൺ ബ്ലോക്കിംഗ് റിസീവ് ഒക്കെ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്നിവിടെ ബ്രീഫി ആയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ബ്ലോക്കിംഗ് സെൻഡ് എന്താണ്? സെൻഡ് എന്ന് പറയുന്നത് ഒരു മെസ്സേജിനെ ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലോട്ട് കൊടുക്കുക എന്നുള്ളതാണ് സെൻഡ്, അല്ലേ? ബ്ലോക്കിംഗ് സെൻഡ്. ഇനി ബ്ലോക്കിംഗ് സെൻഡ് എന്താണ്? ഈ ഒരു മെസ്സേജ്, ഈ P1 നിന്ന് P2 മെസ്സേജ് സെൻഡ് ചെയ്തത് ഈ P2 റിസീവ് ആവുന്നോടം വരെ, അല്ലെങ്കിൽ ഈ ഒരു P2 ഇവിടുന്ന് അയച്ച സാധനം ഇവിടെ എത്തുന്നോടം വരെ P1ന് ക്യാൻ സെൻഡ് നോ മോർ മെസ്സേജ്. അതായത് ഈ ഒരു സെൻഡിങ് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോൺ ബ്ലോക്കിംഗ് സെൻഡ് എന്താണ്? ഒരു പ്രോസസ്സ് P1 to P2 ഞാൻ മെസ്സേജ് അയച്ചു എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ ഇഫ് ദാറ്റ് റീച്ചസ് P2 ഓർ നോട്ട്, ഐ വിൽ സെൻഡ് അഗെയിൻ മേ ബി മെസ്സേജസ് ടു P3. ഓക്കെ, P4 ഞാനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അത് ഇവർ സെൻഡ് ചെയ്തോ ഇല്ലേ, റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കുന്ന കാര്യമല്ല. അതാണ് നോൺ ബ്ലോക്കിംഗ് സെൻഡ്. സെയിം തിങ് തന്നെയാണ് ബ്ലോക്കിംഗ് റിസീവും നോൺ ബ്ലോക്കിംഗ് റിസീവിനും ഉള്ളത്. ബ്ലോക്കിംഗ് റിസീവ് എന്ന് പറയുന്നത് റിസീവർ ഇസ് ബ്ലോക്ക്ഡ് അൺടിൽ ദ മെസ്സേജ് ഇസ് അവൈലബിൾ. ഇപ്പം മെസ്സേജ് അവൈലബിൾ, ഇപ്പം ഈ ഒരു കാര്യം എടുക്കാം, ഈ ഒരു P2ൻ്റെ കാര്യം എടുക്കാം. ഇപ്പം എനിക്ക് ഈ ഒരു മെസ്സേജ് റിസീവ് ആവുന്നോടെ വരെ എനിക്ക് വേറൊരു, ഇപ്പം എനിക്കിപ്പോൾ ഇതേ സമയം ചിലപ്പോൾ P3 ഇതുപോലെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ P1ൻ്റെ മെസ്സേജ് എനിക്ക് കിട്ടാണ്ട് P3യുടെ മെസ്സേജ് എനിക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ബ്ലോക്കിംഗ് റിസീവ്. നോൺ ബ്ലോക്കിംഗ് റിസീവ് എന്ന് പറയുന്നത് റിസീവറിന് ഇപ്പം വാലിഡ് മെസ്സേജോ നള്ളോ റിസീവ് ചെയ്തെങ്കിൽ പോലും ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി കീപ്പ് ഓൺ റിസീവിങ് മെസ്സേജസ്. അത് വേറെ ആരെയും നോക്കത്തില്ല. സോ ഹോപ്പിംഗ് ദാറ്റ് നിങ്ങൾക്ക് ഈ 4 ടേംസും കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലായി എന്നുള്ളത്. ഇനി അടുത്ത സർവീസിന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.